Now the cross post to more pics. He is live now. You know the button is live. Namaste. Namaste. ശിവദർശനാചാര്യ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയണേ. ശിവദർശൻ തര നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഇത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി ശരി. നമസ്കാരം നമസ്കാരം. നമസ്കാരം സിബാൻ. നമസ്കാരം. അനൂപ് കൂടൽ. അനൂപേ നമസ്കാരം. ഓക്കെ ഓക്കെ. നമസ്കാരം ദാർശന. ദാർശന കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും അനൂപേ കേൾക്കുന്നുണ്ടോ നന്നായിട്ട്? ഇതാണ് ചെറിയ മൈക്കാണ്. അപ്പം അതിൻ്റെ പൊസിഷൻ വല്ലതും മാറ്റണോ എന്നറിയാനാണ്. എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജയേഷ്. ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ഞാൻ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ ഇടവേളകളിൽ ഭജൻസ്, അതുപോലെ മറ്റ് സംഗീത പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ചെറിയ ചെറിയ മ്യൂസിക് കമ്പോസിഷൻസൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സംഗീതം വളരെ കൃത്യമായിട്ടൊന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ല. തുടക്കത്തിൽ കുണ്ട്രയിൽ ചെറുമൂട്ടിൽ ശ്രീരംഗം ഗോകുമാർ സാറാണ് ആദ്യമായിട്ട് എന്നെ പഠിപ്പിച്ചത്. അതിനുശേഷം മൂത്തര ശ്രീ ലാലു മാഷ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ശ്രീ തുളസി മാഷ്. അതിനുശേഷം പിന്നെ ചെറിയ ചെറിയ ഡ്രാമയിലൊക്കെ പാടാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഗാനമേളകളിൽ ഒക്കെ പാടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സർവീസിലായി. അതുപോലെ ചെറിയ മ്യൂസിക് ആൽബംസ് ചെയ്യാറുണ്ട്. ഇവിടെ ആലപ്പുഴ വന്നതിന് ശേഷം ആലപ്പുഴ ടവറോട് മഹാദേവൻ സ്വാമിയുടെ കീഴിൽ കുറച്ച് നാൾ ജീവിക്കാൻ സാധിച്ചു. ഹിന്ദുസ്ഥാനി ശ്രീ വിജയ് സുക്ഷേൻ്റെ കീഴിൽ കുറച്ച് നാൾ അത് ഇവന് കിട്ടുന്ന സമയത്തൊക്കെയാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ആലപ്പി വിധുമാഷിൻ്റെ അടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ പോയി പഠിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യം ഈ ഇടയ്ക്ക്
തിരിച്ചുപോയി. ചേച്ചി പിന്നെ ഒരുപാട് രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആദ്യ ഗുരു എൻ്റെ അമ്മയാണ്. അമ്മയും അച്ഛനും വലിയ കാലത്ത് സംഗീതത്തിൽ ശരിക്കും ഒരുപാട് പഠിപ്പിക്കുകയും അതുപോലെ അവരുടേതായ രീതിയിൽ ഇൻസ്ട്രുമെൻസും ഒക്കെ കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അമ്മയാണ് ഹാർമോണിയത്തിൽ സരിഗമപദനിസ വായിച്ച് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ 2 ജ്യേഷ്ഠന്മാരും എൻ്റെ ഗുരുക്കന്മാരാണ്. രണ്ടുപേരും ഇപ്പോൾ ദുബായിലാണ്. Sorry, we are having trouble playing this video. Do it. പിന്നീട് ഈ 2 സഹോദരന്മാരിപ്പോൾ ദുബായിലാണ്. എൻ്റെയും രണ്ടാമത്തെ ജ്യേഷ്ഠൻ ശരത് ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെയും ഗുരുവാണ് പ്രകാശ് ജ്യേഷ്ഠൻ. ഇവിടെയൊക്കെ ഒരുപാട് ശിക്ഷണമാണ് എനിക്ക് എന്തെങ്കിലും സംഗീതത്തിൽ എനിക്ക് മുന്നേറാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കവിയൂർ ക്ഷേത്രത്തിൽ ഒരുപാട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് പാടാനായിട്ട്. പക്ഷെ ഇന്ന് ഈ രീതിയിൽ ഇന്നൊരു അനുഗ്രഹം ഉണ്ടായി. ഇതിന് പരവാഹികളെല്ലാം ഞാൻ അതിന് എൻ്റെ നന്ദി അറിയിക്കുന്നു, എൻ്റെ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഒരു സഹോദരനായ ശ്രീ രാജേഷാണ്. അതുപോലെ ശ്രീ ശരത്, ബാംഗ്ലൂരിലുള്ള ശരത്, പിന്നെ UK-യിലുള്ള രാജി സുമേഷ്. എന്നെ പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സംഗീത അർച്ചന നമുക്കൊരു വിഘ്നേശ്വര സ്തുതിയോടുകൂടി ആരംഭിക്കാം. പഞ്ചമം ക്രിയേഷൻസിൻ്റെ ബാനർ ശ്രീ ഭരണിക്കാവ് പ്രേംകൃഷ്ണ, അതുപോലെ സുമേഷ് കുറ്റിപ്പുറം എന്നിവർ രചിച്ച് എനിക്ക് തന്നെ ഈണം നൽകാൻ സാധിച്ച ശ്രീ ശബരിനാഥ കീർത്തനം എന്ന ആൽബത്തിലെ ഒരു വിഘ്നേശ്വര സ്തുതിയാണ്. അതൊരു 4 വരി പാടി എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ ശ്രീ ശരത് ആണ് ഇത് ആലോചിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൂടെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വിഘ്നേശ്വര ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പദാരങ്ങൾ തന്നെ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ശ്രീദേവി പരമേശ്വരൻ നമസ്കാരം. ഗണപതിയേ ശ്രീ ഗണപതിയേ ഗണപതിയേ ശ്രീ ഗണപതി വിഘ്നങ്ങളകറ്റും വിശ്വവിനായകനേ
വിഘ്നങ്ങളകറ്റും വിശ്വവിനായകനെ ഗജമുഖനെ ശ്രീ പ്രണവസ്വരൂപനെ ഗജമുഖനെ ശ്രീ പ്രണവസ്വരൂപനെ അടിയന്റെ അപരാധം പൊറുക്കേണമേ പമ്പാ ഗണപതിയേ ശ്രീ പമ്പാ ഗണപതിയേ വിഘ്നങ്ങളകറ്റും വിശ്വവിനായകനെ ഗജമുഖനെ ശ്രീ പ്രണവസ്വരൂപനെ ഗജമുഖനെ ശ്രീ പ്രണവസ്വരൂപനെ അടിയന്റെ അപരാധം പൊറുക്കേണമേ പമ്പാ ഗണപതിയേ ശ്രീ പമ്പാ ഗണപതിയേ വിഘ്നങ്ങളകറ്റും വിശ്വവിനായകനെ കാണുന്നില്ല കാണുന്നില്ല നമസ്കാരം. അടുത്ത ഒരു ദേവീസ്തുതിയാണ്. ദേവീസ്തുതി മംഗളദർശന ഗായികയുള്ളൊരു ദേവീസ്തുതിയാണ്. അത് മംഗളദർശന ദായികേ മായ ചിത്തവിധായികേ മംഗളദർശന ദായികേ മായ ചിത്തവിധായികേ മൂകാംബികേ ദേവി മൂകാംബികേ തരുമോ തരുമോ തിരുഹൃദയത്തിൻ തിരുമധുരം ദേവി മൂകാംബികേ മംഗളദർശന ദായികേ മായ ചിത്തവിധായികേ മനസ്സിന്റെ താമരയിൽ മാണിക്യവീണമീട്ടും മനസ്സിന്റെ താമരയിൽ മാണിക്യവീണമീട്ടും മരതക ശ്യാമസുന്ദരി മരതക ശ്യാമസുന്ദരി മന്മഥ ജനനീ മാമവനി മഹിഷാസുരമർദിനി മന്മഥ ജനനീ മാമവനി മഹിഷാസുരമർദിനി മാമക നർത്തന ആനന്ദിനി
മാമക നർത്തന ആനന്ദിനി ദേവി മൂകാംബികേ മംഗളദർശന ദായികേ മായ ചിത്തവിധായികേ. നമസ്കാരം. ഇതിനകത്ത് കമന്റ്സ് കാണാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട് എന്നറിയാൻ പറ്റുന്നില്ല. ഈ വോയിസും അതുപോലെ തന്നെ മൈക്ക് ഈ തമ്പുരുവിൻ്റെ ശ്രുതി കയറി കിടക്കുകയാണോ അതിൻ്റെ ശബ്ദം ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതുപോലെ കമന്റ്സ് ഒന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. എന്താ പറയുക, ഞാൻ തുടരുകയാണ്. ഇത് ശരി, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അതിനകത്ത്. വി ഹാവ് ട്രബിൾ പ്ലേയിങ് ദിസ് വീഡിയോ. എനിക്ക് പോട്ടെ, ഇത് വരുന്നപ്പോൾ വരട്ടെ. എന്തായാലും പാടി പോവാണ്. നമുക്ക് ജോസി, നമസ്കാരം ജോസി. ജോസി എൻ്റെ എല്ലാ ആൽബത്തിലും അദ്ദേഹമാണ് ഫ്ലൂട്ട് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ പ്രേംകൃഷ്ണ, ഷൈനു, നമസ്കാരം. രാജി സുമേഷ്, നമസ്കാരം. രാജി, നമസ്കാരം, നന്ദി. ഹരികൃഷ്ണൻ, സാമിദാത, സാമിദ, അതിടയ്ക്ക് പാടാം. ഹരിപ്പാടാം. അടുത്തത് കവിയൂർ മഹാദേവന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഒരു പാട്ട്. നാദ തനുമനിശം ശങ്കരം, നാദ തനുമനിശം ശങ്കരം, നാദ തനുമനിശം ശങ്കരം, നാദ തനുമനിശം ശങ്കരം. നമാമി മനസാ ശിരസാ, നാദ തനുമനിശം ശങ്കരം. നമാമി മനസാ ശിരസാ, നാദ തനുമനിശം. മോദകരാ നിഗമോത്തമ സാമ, മോദകരാ നിഗമോത്തമ സാമ, മോദകരാ നിഗമോത്തമ സാമ, മോദകരാ നിഗമോത്തമ സാമ. വേദശാസ്ത്രം വാരം വാരം മോദകരാ നിഗമോത്തമ സാമ. വേദശാസ്ത്രം വാരം വാരം, നാദ തനുമനിശം ശങ്കരം. നമാമി മേ മനസാ ശിരസാ, നാദ തനുമനിശം. സദ്യോജാതി പഞ്ചവക്രജ, സദ്യോജാതി പഞ്ചവക്രജ, സദ്യോജാതി പഞ്ചവക്രജ. സരിഗമ പധനി വരസപ്തസ്വര, സരിഗമ പധനി വരസപ്തസ്വര. വിദ്യാലൂലം വിദളിത കാലം, വിദ്യാലൂലം വിദളിത കാലം. വിമല ഹൃദയ ത്യാഗരാജപാദം, വിമല ഹൃദയ ത്യാഗരാജപാദം, വിമല ഹൃദയ ത്യാഗരാജപാദം, വിമല ഹൃദയ ത്യാഗരാജപാദം. നാദ
തനുബലി സംസംഗം നമാമി മേ മനസാ ശിരസാ നാഥ തനുബലി നമസ്കാരം. ഗോകുമാർ ശ്രീകുമാർ, നമസ്കാരം. ഗീത അജിത്ത്, താങ്ക് യു. സീന ജോൺ, നമസ്കാരം. വിമല ജയ, നമസ്തേ നമസ്തേ. ശ്രീദേവി പരമേശ്വരൻ, നമസ്കാരം. പ്രകാശ്, നമസ്കാരം. ഈ കബീർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. എൻ്റെ ബാല്യകാലം കബീരാണ്. അച്ഛൻ ഡോക്ടർ പി എൻ ദാമോദരൻ കബീര് അമ്പലത്തിനടുത്തായിട്ട് തന്നെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ അച്ഛൻ മെഡിക്കൽ ഓഫീസറായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നത് നാരായണമംഗലം എന്നൊരു വീട്ടിൽ ഇവിടെയാണ് ഞങ്ങളുടെ താമസം. അപ്പോൾ അമ്പലമായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട്. അന്ന് എനിക്ക് 4 വയസ്സൊക്കെ കാണാൻ തോന്നുന്നു. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ ഞങ്ങളെ എല്ലാ ഞായറാഴ്ചയും ഗീതാ ക്ലാസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ആ ഇടയ്ക്ക് ഇറങ്ങിയൊരു സിനിമയിലൊരു പാട്ട്, സിന്ധു ഭൈരവി രാഗരസം, അത് അമ്മ നന്നായിട്ട് പാടും. അപ്പോൾ അച്ഛന് അതിനൊപ്പിച്ച്, ആ ട്യൂണിനൊപ്പിച്ച് കവിയൂര് ഹനുമാൻ സ്വാമിയെ കുറിച്ചൊരു കവിത അച്ഛൻ എഴുതി. അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ ഇത് എന്നെ വിളിച്ച് പറഞ്ഞു, അല്ല അത് ഇന്ന് കാണണം. അമ്മ അത് അതിൻ്റെ അപ്പം എനിക്ക് വരി അത്രയും അറിയില്ല. അപ്പോൾ അച്ഛനത് അമ്മയത് പാടി എനിക്ക് അയച്ചു. അപ്പം അച്ഛൻ്റെ അമ്മയുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അത് രണ്ടുപേരെയും സ്മരിച്ചുകൊണ്ട് ആഞ്ജനേയന് വേണ്ടി, ഭഗവാന് വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് പാടട്ടെ. അഞ്ജലി കൂപ്പുണ്ണി മാരുതരം ആഞ്ജനേയനെ മേ ഭജതം. അഞ്ജലി കൂപ്പുണ്ണി മാരുതരം മന്ത്രമനസുമാ തൃക്കവിയൂരിൽ മന്ത്രമനസുമാ തൃക്കവിയൂരിൽ മന്ദമനോഹരമ വാണരുളും ആഞ്ജനേയനെ മേ ഭജതം. കൈലാദ്രി കരതാരിലേന്തിയ വാനര സ്വലോകം പൂകിയ സോദര പുണർവായി. കൈലാദ്രി കരതാരിലേന്തിയ വാനര സ്വലോകം പൂകിയ സോദര പുണർവായി. ശ്രീരാമലക്ഷ്മണരൊന്നിച്ചെടുത്തുകൊണ്ടായുദ്ധരംഗം ഒരുക്കിയ ഹനുമാനെ ആഞ്ജനേയനെ മേ ഭജതം. കുന്നോളം വാൽ ചുറ്റിയിരിക്കുന്ന മുഖഭാവം സ്വന്തമായൊരു പീഠം നൽകാത്ത പരിഹാസം. കുന്നോളം വാൽ ചുറ്റിയിരിക്കുന്ന മുഖഭാവം സ്വന്തമായൊരു പീഠം നൽകാത്ത പരിഹാസം. രാമപ്രഭാപൂർണം രാവണകുലവൈരം രാമപ്രഭാപൂർണം രാവണകുലവൈരം രാമസങ്കീർത്തനം പാടുന്ന ഹൃദയാംഗം. രാമപ്രഭാപൂർണം രാവണകുലവൈരം രാമസങ്കീർത്തനം പാടുന്ന ഹൃദയാംഗം.
आञ्जनेयने मे भजतम्। കാരുണ്യമാകുമേ കമനീയവാരിധി കാട്ടിത്തരേണമേ കരുണാർദ്രചിന്മയി. കാരുണ്യമാകുമേ കമനീയവാരിധി കാട്ടിത്തരേണമേ കരുണാർദ്രചിന്മയി. തിരകല്ലും സംസാര നദി നീന്തും ഞങ്ങളെ, തിരകല്ലും സംസാര നദി നീന്തും ഞങ്ങളെ ഒരു കൊച്ചു തെന്നലായി തഴുകിണമേ ഭവനൊരു കൊച്ചു തെന്നലായി തഴുകിണമേ. ആഞ്ജനേയനേ മേ ഭജതം. അഞ്ജലി കൂപ്പുന്നേ മാരുതജം മന്ദമനസുമായി തൃക്കവിയൂരി മന്ദമനോഹരമ വാണരുളം. ആഞ്ജനേയനേ മേ ഭജതം. നമസ്കാരം. പൂർണ്ണമായിട്ട് നമസ്കാരം. കവിയുടെ ഈ ക്ഷേത്രമായിട്ട് ഒരു കാര്യം, ചെറിയൊരു കാര്യങ്ങളുണ്ട്. എൻ്റെ അച്ഛനാണല്ലേ, ഞങ്ങൾ പിന്നെ ചെറുമൂട്ടിലാണ് അച്ഛൻ ട്രാൻസ്ഫറായിട്ട് വന്ന് അവിടെ വീടൊക്കെ വെച്ചു. ഇപ്പോൾ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 നിലയുടെ മുകളിൽ ഞാനും എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ കൂടെ കളിച്ചോണ്ട് നിന്നിട്ട് ഞാൻ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ താഴേക്ക് വീടുന്ന കണ്ട് രണ്ടാമത്തെ ജ്യേഷ്ഠൻ നിലവിളിച്ചു ഉച്ചത്തിൽ, ശരത്തേട്ടൻ. അപ്പോൾ ഏറ്റവും താഴെ നിന്ന നമ്മുടെ സുപ്രകാശേട്ടൻ, അദ്ദേഹം, ഞാൻ ഈ പേര് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്, അദ്ദേഹം ഇങ്ങനെ എന്തോ ഒരു അരുതാത്തത് സംഭവിക്കുന്നുള്ള ഭയന്ന് അദ്ദേഹം ഉച്ചത്തിൽ എൻ്റെ ഹനുമാൻ സ്വാമിയെ അതിൽ വിളിച്ചു. അപ്പോൾ പണ്ടുതൊട്ട് അദ്ദേഹം വലിയ ഹനുമാൻ ഭക്തനാണ്. അപ്പോൾ ഞാൻ താഴെ വീണു. ആ രണ്ടാമത്തെ നിലയുടെ മുകളിൽ നിന്ന് ഏറ്റവും താഴെ വീണു. അവിടെ മിറ്റിലൊക്കെ ഇട്ടിരിക്കുകയാണ്, പാറക്കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും അമ്മയൊക്കെ പറയുന്നത് വായുപുത്രൻ താങ്ങിയെടുത്ത് താഴെ കൊണ്ട് വെച്ചു. കാരണം ആ പാറക്കല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ചതവ് ഒന്നും പറ്റാത്ത രീതിയിൽ അവിടെ വന്ന് കിടന്നു. തലയിൽ ഒരു സ്റ്റിച്ച് പോലും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അങ്ങനൊരു അത്ഭുതമായൊരു സംഭവം ഉണ്ട്. അപ്പം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ചിട്ടപ്പെടുത്തി അമ്മ രാധമ്മ എഴുതിയ ഒരു പാട്ട് നമുക്കറിയാം. അവിടെ മഹാദേവൻ, ഹനുമാൻ സ്വാമി, ദേവി, താഴെയായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഒരു കോവിലുണ്ട്. എന്തോ ഒരു പ്രത്യേക അനുഭൂതിയാണ് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് അമ്മ എഴുതിയ ഒരു പാട്ടാണ്. ശ്രീ പത്മനാഭ പങ്കജനയന, ശ്രീ പത്മനാഭ പങ്കജനയന, പന്നഗശയന പ്രണമാമ്യഹം ശ്രീ പത്മനാഭ. ഭക്ത പരായണ പാപവിമോചനമൂർത്തി പ്രദായകം
നമാമ്യഹം ഭക്തപരായണ പാപവിമോചനമുക്തിപ്രദായകം നമാമ്യഹം ശ്രീപത്മനാഭ. പാൽക്കടലിൽ പള്ളികൊള്ളും പക്ഷീന്ദ്രവാഹന പാദാരവിന്ദം കൃപാണികളാം തഴുകും ലക്ഷ്മീപദേ. പാൽക്കടലിൽ പള്ളികൊള്ളും പക്ഷീന്ദ്രവാഹന പാദാരവിന്ദം കൃപാണികളാ തഴുകും ലക്ഷ്മീപദേ. പരമേശ്വരനെ കൂവളത്തിലകളാൽ നിത്യം പരിചോടെന്നും അർച്ചന ചെയ്യും ഭക്തദാസ നമാമ്യഹം നമാമ്യഹം പരമേശ്വരനെ കൂവളത്തിലകളാൽ നിത്യം പരിചോടെന്നും അർച്ചന ചെയ്യും ഭക്തദാസ നമാമ്യഹം നമാമ്യഹം നമാമ്യഹം. ശ്രീപത്മനാഭ പങ്കജനയന പന്നഗശയന പ്രണമാമ്യഹം ശ്രീപത്മനാഭ. ശരത്തേട്ടൻ്റെ മക്കൾ രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. ആനന്ദവും അഭിരാമിയും. എൻ്റെ ചേട്ടത്തിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ പാടുന്നത്. ഒക്കെയും പറഞ്ഞിരുന്നു. ഒരു മുരുക ഭക്തിഗാനമാണ്. ശോഭിച്ച് ചെയ്ത ആ ഒരു റിക്വസ്റ്റ് എന്നോട് ഞാൻ പാടുന്നു. സന്തനവും ജവാതും ഷേന്ദു മനം കമള പാലഭിഷേകമുടൻ വെற்றி തിരുനീരണിന്ത ഭക്തപ്പടை சூழ்ந்துவரை தங்கரதத்தேரினிலே வள்ளி தேவயான உந்தன் காட்சி தரும் உன்னழகை காண ஆயிரம் கண் வேண்டும் உன்னை காண கண்ணாயிரம் வேண்டும் முருகனை காண ஆயிரம் கண் வேண்டும்
உன்னை காண கண்ணாயிரம் வேண்டும் முருகனை காண ஆயிரம் கண் வேண்டும் உன்னை காண கண்ணாயிரம் வேண்டும் முருகனை காண குமரனை காண முருகனை காண ஆயிரம் கண் வேண்டும் உலகளந்த வல்லவனே வண்ணமயில் வாகனனே உலகளந்த வல்லவனே வண்ணமயில் வாகனனே உலகளந்த வல்லவனே வண்ணமயில் வாகனனே கணபதி சகோதரனே தந்தை சுவாமியானவனே கணபதி சகோதரனே தந்தை சுவாமியானவனே உலகளந்த வல்லவனே வண்ணமயில் வாகனனே கணபதி சகோதரனே தந்தை சுவாமியானவனே காண ஆயிரம் கண் வேண்டும் துணை காண கண்ணாயிரம் வேண்டும் முருகனை காண குமரனை காண முருகனை காண ஆயிரம் கண் வேண்டும் செங்கதிரும் முழுமதியோ சேந்தமர்ந்த சுந்தரனே செங்கதிரும் முழுமதியோ சேந்தமர்ந்த சுந்தரனே விண்ணகமும் மண்ணகமும் காத்து நிற்கும் அருளவனே விண்ணகமும் மண்ணகமும் காத்து நிற்கும் அருளவனை காண ஆயிரம் கண் வேண்டும் உன்னை காண கண்ணாயிரம் வேண்டும் முருகனை காண ஆயிரம் கண் வேண்டும் உன்னை காண கண்ணாயிரம் வேண்டும் முருகனை காண குமரனை காண முருகனை காண ஆயிரம் கண் வேண்டும் നമുക്കൊരു എല്ലാ പാട്ടുകളും നമുക്ക് മൊത്തവും പാടാനുള്ള സമയം ഒന്നും തോന്നുന്നില്ല. നമുക്കൊരു പല്ലവി അങ്ങനെ ഇടയ്ക്ക് നാലവധിയൊക്കെ വെച്ച് പാടാം. ഇപ്പം കുറേ അധികം പാട്ടൊന്നും പാടാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശബ്ദം പറഞ്ഞപോലെ ഈ മഴയൊക്കെ നനഞ്ഞ് ചെറിയൊരു കോൾഡൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഇനി ഒരു ദിവസം തിരഞ്ഞെത്തി ഭഗവാന്റെ കൃപയാണ് തോന്നുന്നത്. അതൊന്നും ഞാൻ നോക്കാതെ നമ്മൾ പാടുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് ക്ഷമിക്കണം. ശ്രുതി ജയരാജയൊക്കെ ഉണ്ടാകാം. പിന്നെ ഈ ലൈവ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരിക്കാം. ക്ഷമിക്കണം. കുറേ അധികം ആൾക്കാർ കമൻസ് പറയുന്നുണ്ട്. അടുത്തൊരു കൃഷ്ണ ഭക്തിഗാനം, പ്രേംകൃഷ്ണ ഷൈനു. ഇതാണ് കണ്ണന് വേണ്ടി കണ്ണനു നീതിക്ക കദളിപ്പഴം കണ്ടത്തിലണിയുമാ തുളസിമാല. കണ്ണനു നീതിക്ക കദളിപ്പഴം കണ്ടത്തിലണിയുമാ തുളസിമാല.
എനിക്ക് ആ പാട്ട് ശരിക്കും അത് ഇഷ്ടമുള്ള പാട്ടാണ്, എനിക്കത് മൊത്തം അറിയില്ല, ക്ഷമിക്കണം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെയുത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെയുത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ശംഖുമില്ല കുടലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീണ സംഗീതം നിൻകാൽക്കൽ വീണലിയുന്നു. ശംഖുമില്ല കുടലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീണ സംഗീതം നിൻകാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പാരസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെയുത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ബോംബെ കവിത. നമസ്കാരം കവിത. കവിതയുടെ അച്ഛൻ ബാലൻചേട്ടൻ, അമ്മ ചേച്ചി, എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്. കിരണം നല്ല പാട്ടുകാരനെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടന് ഈ സംഗീതത്തിൽ ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ കഴിഞ്ഞ വർഷം ചേട്ടൻ മരിച്ചുപോയി. ചേട്ടനെ സ്മരിച്ചുകൊണ്ട് ഒരു പാട്ട് 4 വരി. വടക്കും നാഥ സർവം നടത്തും നാഥ, വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ, സമസ്താപരാധവും ക്ഷമിക്കദേവാ. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ.
ജോസ് കുട്ടിച്ചാൻ, നമസ്കാരം ജോസ് കുട്ടിച്ചാൻ. വലിയ കലാകാരനാണ് അദ്ദേഹം. നമ്മുടെ ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട്. വയലിൻ CTVയിലൊക്കെയുള്ള സരിഗമപയിലൊക്കെ അദ്ദേഹം വളരെ ആക്റ്റീവാണ്. ഈ റോട്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഉദ്ദേശിക്കുന്നില്ല, പാടാൻ പറ്റുന്നില്ല, എല്ലാവരും അത് ക്ഷമിക്കണം. രാമ जानकी जाने रामा जानकी जाने कदन निदानम नाहं जाने मोक्ष कवाडम नाहं जाने जानकी जाने राम 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 जानकी जाने राम दया समेत सुधा निकेत चिन्मकरंद मतमुनिवृंद दया समेत सुधा निकेत चिन्मकरंद मतमुनिवृंद आगम सारा जित संसारा आगम सारा जित संसारा भजे भवंदम मनोभिरामा भजे भवंदम मनोभिरामा जानकी जाने राम 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 जानकी जाने राम സുരേഷ് അഗ്രിവാൾ, നമസ്കാരം സുരേഷ്. സുരേഷ് ഒരു സംഗീത സംവിധായകനാണ്. സുരേഷിൻ്റെ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സുരേഷിൻ്റെ മകള് അഗ്രിമയ്ക്ക് വേണ്ടി ഒരു പാട്ട്, സ്വാമി സംഗീതം. സ്വാമി സംഗീതമാലപിക്കും താപസഗായകനല്ലോ ഞാൻ. സ്വാമി സംഗീതമാലപിക്കും താപസഗായകനല്ലോ ഞാൻ. ജപമാലയല്ലെന്റെ കൈകളിൽ മന്ത്ര ശ്രുതി മീട്ടും തമ്പുരുവല്ലോ. ജപമാലയല്ലെന്റെ
കൈകളിൽ മന്ത്ര ശ്രുതി മീട്ടും തമ്പുരുവല്ലോ സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. ബ്രഹ്മയാമത്തിൻ പൂജാക്ഷേത്രത്തിൽ പൊന്നടയിൽ ഞാനിരുന്നു. ബ്രഹ്മയാമത്തിൻ പൂജാക്ഷേത്രത്തിൽ പൊന്നടയിൽ ഞാനിരുന്നു. പൊന്നമ്പലവാസൻ അയ്യപ്പൻ തന്റെ പുണ്യാക്ഷരമന്ത്രം പാടി. പൊന്നമ്പലവാസൻ അയ്യപ്പൻ തന്റെ പുണ്യാക്ഷരമന്ത്രം പാടി. ഏതോ നിർവൃത്തി ഞാൻ നേടി. സ്വാമി സംഗീതമാലപിക്കും താപസഗായകനല്ലോ ഞാൻ. ജപമാലയല്ലെന്റെ കൈകളിൽ മന്ത്ര ശ്രുതി മീട്ടും തമ്പുരുവല്ലോ സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. നമസ്കാരം. കലാമണ്ഡലം അച്യുതഭാര്യ നമസ്കാരം. ഗംഗയാർ പിറക്കുന്നു ഹിമവന്മലയിൽ. പമ്പയാർ പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല. പമ്പ നമ്മുടെ പുണ്യനദി. ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ. പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല. പമ്പ നമ്മുടെ പുണ്യനദി. പൊന്മല നമ്മുടെ പുണ്യമല. പമ്പ നമ്മുടെ പുണ്യനദി. ദക്ഷിണ ഹിമവാൻ ശബരിമല. ദക്ഷിണ ഭാഗീരഥി പമ്പ. ദക്ഷിണ ഹിമവാൻ ശബരിമല. ദക്ഷിണ ഭാഗീരഥി പമ്പ. ഗംഗാധരനുടെ പുത്രൻ കലിയുഗ ദൈവമിരിക്കും ശബരിമല. പൊന്മല നമ്മുടെ പുണ്യമല. പമ്പ നമ്മുടെ പുണ്യനദി. പൊന്മല നമ്മുടെ പുണ്യമല. പമ്പ നമ്മുടെ പുണ്യനദി. ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ. പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല. പമ്പ നമ്മുടെ പുണ്യനദി. പൊന്മല നമ്മുടെ പുണ്യമല. പമ്പ നമ്മുടെ പുണ്യനദി.
മഹാദേവന്റെ ഒരു ഗാനമാണ്. ശ്രീ മഹാദേവോ നമഃ മംഗല്യ ശ്രീയേവോ നമഃ. ശ്രീ മഹാദേവോ നമഃ മംഗല്യ ശ്രീയേവോ നമഃ. കാലയും കാലവുമേകിടും താളം കവിയും ശൃംഗേ താണ്ഡവമേളം ശ്രീ മഹാദേവോ നമഃ മംഗല്യ ശ്രീയേവോ നമഃ. ഗിരിമകൾ കൂടുന്ന ദേവനിൻ രൂപം മിഴിയില നാരദം കാണേണം. ഗിരിമകൾ കൂടുന്ന ദേവനിൻ രൂപം മിഴിയില നാരദം കാണേണം. ശ്രീശൈലവാസന്റെ കാരുണ്യം ശ്രീശൈലവാസന്റെ കാരുണ്യമേ ഭക്തദാസന്റെ നേരെ നീളേണം. ജീവിതം സാവല്യം നേടേണം. ശ്രീ മഹാദേവോ നമഃ മംഗല്യ ശ്രീദേവോ നമഃ. ദുരിത നിവാരണ അരികിലെന്നാളും വാഴേണം. ദുരിത നിവാരണ നാഗവിഭൂഷണ അരികിലെന്നാളും വാഴേണം. താണ്ഡവമാടുന്ന സന്ധ്യകളിൽ താണ്ഡവമാടുന്ന സന്ധ്യകളിൽ രാഗതാളമാറേണം. താവക സന്നിധി ചേരേണം. ശ്രീ മഹാദേവോ നമഃ മംഗല്യ ശ്രീദേവോ നമഃ. കാലയും കാലവുമേകിടും കാലം കവിയും ശൃംഗേ താണ്ഡവമേളം ശ്രീ മഹാദേവോ നമഃ മംഗല്യ ശ്രീദേവോ നമഃ. അടുത്ത ഒരു കൃഷ്ണഭക്തിയാണ്. ഒരു നേരമെങ്കിലും കാണാതെ എന്റെ ഗുരുവായൂരപ്പ ഒരു നേരമെങ്കിലും കാണാതെ എന്റെ ഗുരുവായൂരപ്പ ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ എന്റെ ഗുരുവായൂരപ്പാദിൻ ദിവ്യരൂപം.
ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഒരു പീലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ, ഒരു പീലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ തിരുമുടി കൺമുന്നിൽ തിരുമുടി കൺമുന്നിൽ ഒരു നേരമെങ്കിലും കാണാതെ എന്റെ ഗുരുവായൂരപ്പാ. അകതാരിലാത്തുവ എത്തിടുമോ മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാത്തുവ എത്തിടുമോ മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ അവതാര കൃഷ്ണ ഒരു നേരമെങ്കിലും കാണാതെ എന്റെ ഗുരുവായൂരപ്പാ. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യമുരളി ഒഴിക്കുന്ന മുരളി പൊഴിക്കുന്ന ഇവിടെ ചിന്തി ശ്രീകുമാർ ഒരു മനോഹരമായ ഗാനമാണ്. വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യദയാനിധി ഇനി കൽപ്പാന്തമിഴികൾ തുറന്നീടണേ. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ. ഇഹപരശാന്തിതൻ അമൃതം വീഴണേ. മനസാകും പുലിമേലെ വാഴണേ. ജന്മശനി ശരിമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. ഫോണില്ല ഇവിടെ.
भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते सम्प्राप्ते सन्निहिते काले नहि नहि रक्षदिडु पुण्यकरणे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते नारीस्तनभर नाभिदेशं दृष्ट्वा मोहावेशं येदन्मां सवसादिविकारं मनसि विचिन्तय वारं वारं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते नलिनीदलगदजलमधितरलं तत्त्वजीवितम् अतिशयचबलं विधिर्व्याध्यभिमानग्रस्तं लोकं शोकहदं च समतं भज गोविन्दम् बालस्तावल क्रीडासक्तः तरुणस्तावल तरुणी सखा बालस्तावल क्रीडासक्तः तरुणस्तावल तरुणी सखा वृद्धस्तावल चिन्नासक्ता परमे ब्रह्मणि कोविनसक्ता भज गोविन्दं जडरीमुण्डीलुञ्जितकेश काषायाम्बर बहुकृतवेश जडलीमुण्डीलुञ्जितकेश काषायाम्बर बहुकृतवेश पश्यन्नपि जन पश्यति मूढ पश्यन्नपि जन पश्यति मूढ उदरनिमित्तं बहुकृतवेषं भज गोविन्दम् पुनरपि जननं पुनरपि मरणं पुनरपि जननी जठरे शयनं पुनरपि जननं पुनरपि मरणं पुनरपि जननी जठरे शयनम् इह संसारे बहुदुस्तारे इह संसारे बहुदुस्तारे कृपया पारे पाहि मुरारे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते अन्नपूर्णे विशालाक्षि अन्नपूर्णे
വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കാളാക്ഷി പൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കാളാക്ഷി പൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി. അതിക്രമിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനാണ് 1 മണിക്കൂറാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു ഞാനിന്ന് ശരിക്കും എൻ്റെ കുറച്ച് മഴയൊക്കെ ഞാനിന്ന് വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എങ്കിലും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് പോയി പിന്നെ ഭഗവാന്റെ മുമ്പിൽ ഒരു സംഗീത അർച്ചനയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലൂടെ നമുക്കറിയാം ഈ ഒരു കൊറോണയുടെ ഈ മഹാമാരി അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതം അഭിമുഖീകരിക്കുന്ന ഒരു വല്ലാത്തൊരു ദുർഘടസന്ധിയാണിത്. ഒന്നാമത് നമ്മുടെ ഈ COVID-19 ഒരു പ്രശ്നം തന്നെ 16,000 മുകളിൽ ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. അപ്പം ദയവായി നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകണം. കൂടാതെ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഭാരതം 3 രാജ്യങ്ങളിൽ നിന്നും അതിർത്തി നമുക്കറിയാം നമ്മുടെ വീരജവാന്മാർ ജീവത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും വല്ലാത്തൊരു ദുർഘടസന്ധിയിലാണ്. അപ്പം അവിടെ നമ്മൾ ഈ മഹാമാരി കോവിഡിൻ്റെയും ഒരു ആവിർഭാവം അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ആരോഗ്യം നോക്കണം. അതുപോലെ മനസ്സ് നല്ല നിർമ്മലമാക്കി വളരെ ശുദ്ധമാക്കി വെക്കണം. അതിന് ജപവും പ്രാർത്ഥനയും അപ്പോൾ ആ ഒരു മനഃശുദ്ധി നമ്മളെ മനഃശക്തിയിലേക്ക് നയിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പോകേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് ഞാൻ സമയം അതിക്രമിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഞാൻ ഒരു 5-2 പാട്ടോട് പാടാം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ ഒരു എൻ്റെ തൊണ്ടയുടെ പ്രശ്നം നിങ്ങളൊക്കെ അത് ക്ഷമിച്ച് ഇത്രയും നേരം ഇരുന്ന് ഒരുപാട് സന്തോഷം. ഉച്ചെന്ന് കൂട്ടി പാടുകയാണ്. അത് നമ്മുടെ ജയകൃഷ്ണൻ പാടിയതാണ്. അദ്ദേഹം അവനെ വാസുദേവനെ പറ്റി ശിവാനന്ദ് അതാണ് സംഗീതം. വളരെ നല്ലൊരു പാട്ടുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ആലാപന ശൈലി. ജയകൃഷ്ണനെ കൂടെ ഞാൻ ഈ സമയം കൊടുത്തു പോകണം. വളരെ നല്ലൊരു ഗായകനാണ്. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കാൻ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കാൻ
പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കത് നുള്ളിയെടുത്തു കണ്ണൊരു മാലയ്ക്കാൻ. പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കത് നുള്ളിയെടുത്തു കണ്ണാ 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 കണ്ണ കണ്ണാ കണ്ണ കണ്ണാ. തുളസിക്കത് നുള്ളിയെടുത്തു കണ്ണൊരു മാലയ്ക്കാൻ. പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കത് നുള്ളിയെടുത്തു കണ്ണാ കണ്ണാ. വർണ്ണം തന്നുമേനി കായാമ്പു പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. വർണ്ണം തന്നുടെ മേനി കായാമ്പു പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. ആനന്ദം പരവേശം. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. ഒന്നൂടെ ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. ഒന്നൂടെ ആടൂലേ. കണ്ണാ 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 കണ്ണാ. കണ്ണാ കണ്ണാ തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണൊരു മാലയ്ക്കാൻ. പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കത് നുള്ളിയെടുത്തു കണ്ണാ 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 കണ്ണാ. എൻ്റെ ഈ ഒരു വലിയ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അതുപോലെ ഈ ഭാരവാഹികളെല്ലാം നമ്മുടെ കുടുംബത്തിനൊക്കെ നന്ദി. എൻ്റെ ഈ സന്തോഷവും നന്ദിയൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ ഒന്നുകൂടെ നമ്മുടെ ഒരുമിച്ചുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും ആ ഭഗവത് സന്നിധിയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഒരു ശ്ലോകത്തോടുകൂടി ഞാൻ എൻ്റെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രാജേഷ് അദ്ദേഹമാണ്, അതുപോലെ ശരത്ത്, രാജേഷ്, സുമേഷ് ഒന്നുകൂടെ ഒരു നന്ദി അറിയിക്കുകയാണ്. കാര്യം എനിക്ക് എന്താത്ര നന്നായില്ലെങ്കിൽ പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. എൻ്റെ ഈ ഒരു ഞാനിത് പാടി നമ്മള് സംഗീതം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. വലിയ സംഗീതജ്ഞൻ അല്ലെങ്കിൽ കൂടി നമ്മൾ സ്വന്തമായിട്ട് പാടുമ്പോൾ ഒരു ആനന്ദവും ഒരു ശക്തി നമുക്കുണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കൃപ കൂടി എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. സ്ഫിരം ലീലാവതാരീ തമിഴ കുരുതാം
ആയുരാരോഗ്യസൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ശാന്തി 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 ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം